ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മീ അൻഷു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ബസ് സിമുലേറ്ററിൻ്റെ അൻഷു സീരീസ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ അൻഷു സീരീസിലേക്ക് നമ്മളിപ്പോൾ പുതിയ വീടൊക്കെ മാറിയേക്കാണ്. ഇപ്പോൾ അങ്ങോട്ടേക്ക് മാറിയാൽ നല്ല മഴയാണ് കേട്ടോ ഗൈസ്. നമുക്കൊന്ന് മാറിക്കാം, കാരണം മഴ കൊണ്ട് പനി പിടിച്ചു. പിന്നെ ഇപ്പോൾ നമുക്കൊന്നും കഴിയില്ല. അപ്പോൾ നമ്മളെ കൊമ്പ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. നമ്മളെ ഒരേ ഒരു കാട്ടാനയാണ് കിടക്കുന്നത് ഗൈസ്. നിങ്ങൾക്കിപ്പോൾ കാണാം, നോക്കൂ, നമ്മളെ കൊമ്പൻ്റെ അവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ കാറൊന്നും ഇല്ല കേട്ടോ ഗൈസ്. എല്ലാ കാറും കൊണ്ടുപോയിന്ന് ഓരോ ടീം ഈച്ച കൊണ്ടുപോയിന്ന് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്കതായത് നമ്മളെ കൊമ്പരം കൊണ്ട് നമുക്ക് സ്ഥലം വരെ പോകാനുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ എവിടെ അതാണ് കേട്ടോ നമ്മളെ ഗരേജ് വണ്ടി. നമ്മൾ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായി ഗൈസ്, ഗരേജ് പണിയാൻ മറന്നു ഗൈസ്. ഗരേജ് ഒന്ന് പണിയേണ്ടി ഇനി പിന്നെ പണിയാം. അപ്പോൾ അതാണ് വണ്ടി കയറിയത്. ഹാൻഡ് ബ്രേക്ക് ഓഫ് ആക്കി വണ്ടി സ്റ്റാർട്ടാക്കി. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ പിന്നെ എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചാൽ, നമ്മളിങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചാൽ നമ്മൾക്കൊരു ട്രിപ്പ് കിട്ടിയേക്കാണ്. അത് വണ്ണസ് ആൻഡ് ബ്യൂട്ടി എല്ലാവരും കൂടി ഉള്ളൊരു ട്രിപ്പാണ്. വൺ ഓഫ് മൂന്നാർ. ഒരു മൂന്നാറിൻ്റെ സൈഡിൽ നിന്നായിട്ടേക്കും വരിക. അപ്പോൾ അങ്ങോട്ടേക്കായിരിക്കും മിക്ക നമ്മൾ പോകണം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ മാത്രമല്ല കേട്ടോ ഇവിടെ കോടീശ്വരന്മാർ വേറെ ടീമുണ്ട്. നമുക്കതായത് പിന്നെ സ്മെല്ലാം ഇറക്കിയാണ്ട് നേരെ അങ്ങോട്ടേക്ക് വിടാം. പിന്നെ ഈ ഏരിയയിൽ അധികം കത്ത വണ്ടി ഓടൂല. നമ്മളവസായമുണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നുള്ളൂ കേട്ടോ ഗൈസ്. അതുകൊണ്ട് വണ്ടി നമ്മട്ട സൈസാണ്. ഓടൽ ഇങ്ങനത്തെ ട്രക്കൊക്കെ ഓടുന്നുണ്ട് ഗൈസ്. പക്ഷെ സൈഡാണ് ഗൈസ്. ഡ്രൈവിങ് ഇപ്പോഴൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട് ഗൈസ്. അധികം ഓടൂല അങ്ങനത്തെ വണ്ടികൾ. അതുകൊണ്ട് ഓടിച്ച് വളക്കാനൊക്കെ ഇച്ചിരി പ്രശ്നമാണ് ഗൈസ്. അവിടെ നമുക്ക് വണ്ടി സൈഡാക്കി എവിടെയെങ്കിലുമൊക്കെ വെക്കേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. അപ്പം നമ്മൾ ഹൈവേയിൽ എത്തിയിട്ട് വീഡിയോ പോകും, പിന്നെ ആൾക്കാരെ പിക്ക് ചെയ്യുന്നതായിരിക്കും. പിക്ക് ചെയ്യുന്നുണ്ടാവില്ല കേട്ടോ ഗൈസ്. ഇപ്പം നമ്മൾ പിക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ കുറച്ച് നേരത്തായിരിക്കും. അതുകൊണ്ട് ആൾക്കാരെ ശ്രദ്ധിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ കാണിച്ചു തരാൻ കഴിയുമെന്ന് തോന്നില്ല കേട്ടോ ഗൈസ്. നേരെ പോയിട്ട് കയറ്റിനി. നല്ല ബ്രേക്ക് ഉണ്ട് കേട്ടോ ഗൈസ്. KSRTC ആണ്, പിന്നെ അത് പോയി ഇടിച്ചിട്ട് കാണാമെന്ന് പറയും. വണ്ടിക്ക് അതാ നല്ല ബ്രേക്ക് കിട്ടിയില്ല. നമ്മൾ അവിടെ എത്തിയിട്ട് നമുക്ക് എല്ലാ വണ്ടികളും വരുന്നവരെ വണ്ടി നമുക്ക് ഈ ഇങ്ങോട്ട് കയറ്റിയിടാണ് കേട്ടോ ഗൈസ്. നമുക്ക് ഇവിടെ കയറ്റിയിടാം. ഇവിടെ നല്ലൊരു ഏരിയ ആണ് കേട്ടോ ഗൈസ്. മാർക്കറ്റിംഗ് സ്പേസൊക്കെ ആണ്. രാമണ്ട സൈസിന് അങ്ങോട്ട് ആക്കിയേക്കാം. ഞങ്ങൾ വരുന്നവരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. ഇവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ മൂന്നാർക്ക് എത്തിയേക്കാണ് ആൾക്കാരൊക്കെ പിക്ക് ചെയ്തത്. അപ്പം നമ്മളെല്ലാ ടീമും അവിടെ എത്തിയെന്ന് കേട്ടോ ഗൈസ്. അപ്പം ബാക്കിലുണ്ട് നമ്മളെ ടീംസൊക്കെ. അപ്പോൾ കാണിച്ചാലും കഴിയാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് കേട്ടോ ഗൈസ്. അപ്പം മൂന്നാറിൻ്റെ ഭംഗി നല്ല രസമാണ് കേട്ടോ കാണാൻ. ഈ മാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മോഡിച്ച് ഡൗൺലോഡ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഈ മാപ്പിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ അവർക്ക് അയച്ചു തരുന്നതായിരിക്കും. അല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ഒരു വീഡിയോ നമുക്ക് ഇതിന് വേണ്ടിയിടാം. അപ്പം നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ട് ആ സ്പോട്ട് ഞാനൊരു വീഡിയോ ഇട്ടു ഗൈസ്. അപ്പം അടുത്ത ദിവസം നമുക്കൊരു വീഡിയോ ആയിട്ട് വരണം ഇങ്ങനത്തെ ഒരു ഈ മാപ്പിനെ കുറിച്ചല്ലേ. അപ്പം ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കമൻറ്റ് ഇട്ടാൽ മതി. അപ്പം നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കണം കേട്ടോ ഗൈസ്. നല്ല ചൊരമാണ് ഗൈസ്, നല്ല പണിയാണ്. കാരണം ഈ വണ്ടി വളച്ചൊക്കെ ഹെവി സൈസ് വണ്ടിയാണ് ഗൈസ്. നമ്മൾ ആദ്യത്തെ ട്രിപ്പാണ്, നമ്മളെ ബസ്സിൻ്റെ ആദ്യത്തെ ട്രിപ്പാണ്. അവിടെ എന്തോ ബ്ലോക്ക് ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇതൊന്നും കഴിയും തോന്നില്ല ഗൈസ്. നമുക്ക് മെല്ലെ ഇവിടുന്ന് മെല്ലെ എടുത്ത് പോവാം. പക്ഷെ പണി കിട്ടുമെന്ന് ഉറപ്പാണ്. എന്താ കാട്ടുക ഗൈസ്, ഒരു വഴിയില്ല. കാരണം ബസ് അവിടെ കുടുങ്ങിയെടുക്കാണ് ഗൈസ്. ബ്രേക്ക് ഉണ്ടല്ലേ, നമ്മൾ പോയി ബസ് മേടിക്കും. വല്ലാത്തൊരു കഥ തന്നെ ഇതൊക്കെ ഗൈസ്. എവിടെയെങ്കിലും സ്പേസ് ഉണ്ടോ? ഇവിടെ സ്പേസ് ഉണ്ട്, പക്ഷെ വണ്ടികൾ പോകാനില്ല. നമ്മളെ ബസ്സിനെ കഴിയൂല. എന്നാലും ഇത്ര ആ വണ്ടി മെല്ലെ അങ്ങോട്ട് എടുത്ത് പോകുന്നുണ്ട്. ചേരുന്നോണ്ടാന്ന് തോന്നുന്നുണ്ട് ഗൈസ്. നമുക്ക് മെല്ലെ വെയിറ്റ് ചെയ്യുന്ന നേരം വെയിറ്റ് ചെയ്യാം.
ഗൈസ് അങ്ങനെ വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് ഏതായാലും ഈ നേരെ ഇവിടുന്ന് പോകുന്നത് ഒരു പട്ടണ ഏരിയ ആണ് കേട്ടോ ഗൈസ്. വേണ്ടവർക്ക് സാധനം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ഇറക്കി ഇട്ടേക്കാം. ഡോറൊക്കെ ഗൈസ് അങ്ങനെ ഡോറൊക്കെ തുറന്നിട്ടാണ്. അപ്പം വണ്ടി പോലെ ഇറങ്ങിക്കോളി, എന്താ വണ്ടി വാങ്ങിക്കോളി, കപ്പയോ ചെമ്മീനോ എന്താ വേണ്ടിയത് വാങ്ങിക്കോളി ഗൈസ്. ഇതാണ് കേട്ടോ നമ്മളെ ബസ്. ഫുൾ വൈറ്റ് ആണ്. കളറാക്കണമെങ്കിൽ കളറാക്കൂട്ട് ഗൈസ്. അത്ര നമ്മൾ കളറാക്കാൻ വിചാരിച്ചാൽ ആക്കും. പിന്നോ ഇവിടെ വേറെ വണ്ടിയായിട്ട് ഇടിച്ചിരുന്നു. ഇതത്തെ ഫുൾ ആക്സിഡൻറ്റോ. അവിടെ ബസ് മാറിനെ റെഡിയാക്കി അടുത്ത ആക്സിഡൻറ്റ് ഗൈസ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ വണ്ടി നമ്മൾ എടുക്കേണ്ടിട്ട് ഗൈസ്. ഇത് ഓഫ് റോഡാണ്. കാരണം ഈ വഴി പോയാൽ ബസ് പണി ഉണ്ടാവും തോന്നിട്ടിട്ട് ഗൈസ്. പക്ഷെ ആ വഴി നമുക്ക് പോകാനുള്ള റൂട്ട് കിട്ടിയില്ല. ജീപ്പിൻ്റെ റൂട്ടാണ് കേട്ടോ ഗൈസ്. ബസ്സിനായിട്ട് വേറെ റൂട്ട് ഉണ്ട് ഗൈസ്. കയ്യിലെങ്ങനെ പോയാൽ മതി. ഓ, മൂന്നാറിൻ്റെ പ്രകൃതി ഭംഗി തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ ഗൈസ്. എൻ്റെ മോനെ ഇങ്ങനെ പറപ്പിച്ചുവിട. നമുക്ക് നല്ല സോൾവ് ചെയ്തേക്കാം. നമ്മളെ ബസ് അവിടെ അട്ടത്ത് കയറിക്കുന്നുണ്ട് ഗൈസ്. റേസ് അടിച്ച് സോൾവ് ചെയ്യേണ്ടി വരും. വേഗം സോൾവ് ചെയ്യട്ടെ. ഇപ്പോൾ ഗൈസ് നമ്മൾ സോൾവ് ചെയ്തു. പക്ഷേ ഈ വണ്ടിക്ക് ഇപ്പം എത്താൻ പറ്റിയെന്നാണ് എനിക്കറിയാത്ത ഗൈസ്. സൈഡിൽ നിന്ന് എല്ലാം എടുത്ത് പോകേണ്ടി വരും ഗൈസ്. ചങ്ങ എടുക്കാതെ ഒരു രക്ഷമില്ല കേട്ടോ ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മളൊരു പാർക്കിംഗ് സ്പേസ് എത്തിയേക്കാണ്. വണ്ടി നമുക്ക് ഇവിടെ ഇട്ട് നല്ലൊന്ന് കറക്കിയേക്കാം ഗൈസ്. വണ്ടി ഒന്ന് ഇവിടെ ഇട്ട് കറക്കാണ് കേട്ടോ ഗൈസ്. നമുക്കല്ലേ സംഭവം നമുക്ക് ഒരു പാർക്കിംഗ് സ്പേസ് ആണ് കേട്ടോ ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് അതാണ് നമ്മൾ നേരത്തെ ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത് എന്താണെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ഈ പട്ടണത്ത് നമുക്ക് സാധനം മേടിക്കാൻ വേണ്ടി നിർത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ കേട്ടോ ഗൈസ് നമ്മൾ എടുത്തത്. ഏതായാലും വണ്ടി നമ്മൾ കറക്കിന്ന് ആൾക്കാരൊക്കെ മെല്ലെ പോയാണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിന്ന് വാങ്ങാത്തവർ വണ്ടീൻ്റെ അകത്തുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ നല്ല വണ്ടിയൊക്കെ കറക്കി സെറ്റാക്കാണ് കേട്ടോ ഗൈസ്. കീട്ടില്ല വണ്ടിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളെല്ലാ ടീമും ഉണ്ട് ഗൈസ്. മോനെ ഗൈസ് നമുക്ക് ലേറ്റൊന്നും ഇല്ല കേട്ടോ ഗൈസ്. അപ്പം മീൻപുറം ഒക്കെ നടത്തുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പം മീൻപുറം എന്തൊക്കെ സുഖമല്ലേ? ഓ, കറക്കം എങ്ങനെയുണ്ട്? പൊളി ബ്രോ. അപ്പം നമുക്ക് അതായത് വല്ല ആൾക്കാർ കയറുന്ന വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് അങ്ങനെ അവർ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെല്ലെ ഇനി എടുക്കാം. നല്ല മഴയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്കിത് വൈപ്പർ ഇടാം ഗൈസ്. അപ്പം നമ്മൾ ഞാൻ വൈപ്പ് ശ്രദ്ധിച്ച് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പോകണം കേട്ടോ ഗൈസ്. അശോക് ലൈലാൻഡാണ് കേട്ടോ ഗൈസ്. അതിൻ്റെ പ്രകാശ് ബോഡിയാണ് ഇത്. പിന്നെ ആരോ ഒഴിവാക്കിയപ്പോൾ നമ്മൾ എടുത്ത വണ്ടിയാണ് കേട്ടോ ഗൈസ്. അപ്പം ഇതിൻ്റെ പണ്ടത്തെ ഓണർ നമ്മളോട് ഈ വണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കൊടുത്തില്ല. കാരണം നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. നമുക്കിനി ഇതിനൊക്കെ ഇഷ്ടപ്പെട്ട വണ്ടി ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സെഡോണ് പിന്നെ സെഡസ്ത്രൊക്കെ ആണ് കേട്ടോ ഗൈസ്. നമുക്ക് ഇതിനൊക്കെ ഇഷ്ടപ്പെട്ട വണ്ടികൾ സെഡോണാണ്. നമുക്ക് എടുക്കണം ഗൈസ് ഒരു സെഡോണ്. അപ്പം നമ്മളെ ബെന്നും എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചൈനീസ് സെഡോൺ ഇവിടെ കിടക്കുന്നുണ്ട് പറഞ്ഞു. ചൈനീസ് ഹെഡ് ലാമ്പൊക്കെ വരുന്നത്. അപ്പോൾ അത് നോക്കും വേണം കേട്ടോ ഗൈസ്. അപ്പം അത് കൂടി നോക്കാൻ വേണ്ടിയാണ് കേട്ടോ ഗൈസ് നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ വണ്ടി ആകെ പൊളിന് പാലീസായൊരു വണ്ടിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നമുക്കൊന്ന് ശ്രദ്ധിക്കണം ഗൈസ്. വണ്ടീൻ്റെ അവസ്ഥ എങ്ങനെയൊക്കെയാണെന്നല്ലേ. ഇപ്പോൾ വണ്ടി നെയിം ബോർഡൊന്നും ഇല്ല ഗൈസ്. അവർ പറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടത്. അപ്പം നമ്മൾ ഫുൾ DJ ആണ് കേട്ടോ ഗൈസ്. അകത്ത് ഇങ്ങോട്ട് കേൾക്കാത്തതുകൊണ്ടാണ് കേട്ടോ ഗൈസ്. മോനെ മൂന്നാറിലെ ഒരു വൈബ് വേറെ ലെവലാണ് കേട്ടോ ഗൈസ്. മോനെയാണ് ഗൈസ്.
കിട്ടില്ല. നടുവിൽ നമ്മളിവിടെ എത്തിയേക്കാണ് കേട്ടോ ഗൈസ്. തൂങ്ങാൻ്റെ വേറെ സ്പോട്ടാണ്. അപ്പോൾ ഇനിയാണ് ഓഫ് റോഡാണ് കേട്ടോ ഗൈസ്. കാരണം ഇത് ബസ്സിന് പോകണുള്ളൂ. കാരണം മീൽ പൈസ കൂട്ടിയിടേണ്ടി വരും എന്നുള്ളൊരു കുഴപ്പമുള്ളൂ ഗൈസ്. നമുക്ക് നേരെ വണ്ടി മെല്ലെ എടുത്ത് കൊണ്ടുപോവാം. ഇവിടെ എവിടെ ഒന്നാണെന്ന് പറഞ്ഞ വണ്ടി കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല പോയി നോക്കണം കേട്ടോ മോനെ. ഒന്ന് വണ്ടീൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ വണ്ടി വേഗം പോവും. നമ്മൾ നല്ല പാട്ടും ഇതൊക്കെ ഓഫാക്കിയത്. കാരണം ഒരു ചാടി കൊണ്ടിരിക്കണം. വണ്ടി ഒരു ചാട്ടം ചാടുണ്ട്. അതിൻ്റെ ഇടയിൽ പോയാണ്ട് അവിടെ ഇടിച്ച് പാർട്സാവും ഗൈസ് തലച്ചോറ്. അതുകൊണ്ട് പാട്ടൊക്കെ നമ്മൾ എല്ലാം ഓഫാക്കി. അവനൊക്കെ ഗൈസ് നടുവിലെന്നെ കൊണ്ടുപോയിട്ടു എടുത്തോണ്ട് പോടും അവിടുന്ന്. ചെങ്ങൈനോട് വല്ലാത്ത എടുങ്ങാറ്. എവിടെയും നമ്മളെ വണ്ടി ഇപ്പം നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ല രീതിക്കുള്ള ഓഫ് റോഡാണ് ഗൈസ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇവന്മാരൊക്കെ ഗൈസ് വണ്ടി നടുവിലെ കൊണ്ടുപോയി വെക്കുള്ളൂ. സമരം ചെയ്യാൻ തോന്നിട്ട് ഗൈസ്. സമരം എടുത്തുന്ന് വണ്ടി നടുവിലെ കൊണ്ടുപോയി ആക്സിഡൻ്റ് ആയി വെക്കുള്ളൂ. നമുക്ക് ഇവിടെ ഈ കറക്കത്തിൻ്റെ അവിടെ ആയിട്ടൊക്കെ സ്പോട്ടുള്ളൂ കേട്ടോ ഗൈസ്. ഫോട്ടോ എടുപ്പിനൊക്കെ ആയിട്ട് വണ്ടി എടുത്താണ്. എനിക്ക് അവർ ഇവിടെ വെക്കേണ്ടി വരും. ഓക്കെ ഗൈസ്. ഇവിടെ ചെറിയ സ്പോട്ടുണ്ട് ഗൈസ്. നമുക്ക് എല്ലാം ഇവിടെ എടുത്ത് നോക്കട്ടെ. എന്നിട്ട് അതിലെങ്ങനെ എടുക്കാൻ കഴിയുമോ നോക്കട്ടെ ഗൈസ്. ഇടിച്ചെന്ന് ഏതായാലും മോന് അവിടെ എല്ലാം കൊണ്ടുപോയിട്ട് അപ്പോൾ അവിടെ തന്നെ നോട്ടെ ഗൈസ്. അങ്ങനെ ഒടുവിൽ നമ്മളിവിടെ എത്തിന്ന് കേട്ടോ ഗൈസ്. അപ്പം ഇവിടെ ആണെങ്കിൽ ഫുൾ വണ്ടിയും പൊളിഞ്ഞ് പാളീസായിരുന്നു. അങ്ങനത്തെ ഒരവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ അതൊരു ട്രക്കിങ് ഏരിയ ആണ് കേട്ടോ ഗൈസ്. പിന്നെ നമ്മളെ വണ്ടി എന്ന് പറയുമ്പോൾ ചെറിയ ഓഫ് റോഡിങ് ഒക്കെ കയറുന്നുണ്ട്. ഒക്കെ നിൽക്കും. അതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ വണ്ടി നമുക്ക് കുറച്ച് വണ്ടിയൊന്നും ഇല്ലാത്തവർക്ക് നിർത്തിയേക്കട്ടെ ഗൈസ്. കാരണം ഈ ചങ്ങായി നോക്ക് ഗൈസ്. എവിടെ നോക്കിയാലും ഓനെ ഇടിക്കാതെ കഴിയില്ല ഗൈസ്. കാരണം ഓനാണ് ആ വണ്ടി മാറ്റി തരുന്നില്ല. നേരെ നടു കൊണ്ടുപോയി വെച്ചും ചെയ്തു. അവിടെ അതൊരു ബസ് പിന്നും കുഴപ്പമില്ല ഗൈസ്. ഇടിച്ച് കയറിക്കാണ്. ഇത് സംഭവം ഇങ്ങനെ കയ്യിൽ നിന്ന് പോകണതാണ് കേട്ടോ ഗൈസ് ശരിക്കും. അപ്പം നമുക്ക് ഇവിടെ ഒന്നായിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ഇവിടെ വെക്കാം. കുറച്ച് മുന്നോട്ട് പോയാൽ നാളെ വണ്ടി ആക്സിഡൻ്റ് ആയി കിടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ വെച്ച് ഫോട്ടോ എടുപ്പ് തുടങ്ങാം. വേണ്ട, ഉൾക്കാട്ടുകറി കയറ്റാം. എന്നിട്ട് എടുക്കാൻ നിർത്തിയേക്കരുത് ഗൈസ്. ഇവിടെ നമുക്ക് ഇവരിങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വണ്ടി കയറുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്നാണ് സഡവും കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞത്. അതൊന്ന് പോയി നോക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ ഈ വണ്ടി ഇവിടെ കിടക്കട്ടെ ഗൈസ്. ഇത് പോലെ നോക്കിക്കോളും. നമുക്ക് അവിടെ പോയാൽ സഡോന് പോയി നോക്കിയിട്ട് പോകണം. ഗൈസ് നമ്മൾ സഡോൺ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടി മിംബ്രോ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അതിൽ ആൾക്കാരെ വെച്ച്. അപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ സഡോണും കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ബ്രോ. പിന്നെ നമ്മൾ ഈ വണ്ടിയിലല്ല പോകാൻ പോകുന്നത്. ആ വണ്ടി നാളേക്കും അറിയുന്നത്. അത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വണ്ടിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ ഒരു വണ്ടിയാണ് ഗൈസ്. ഇത് നമ്മൾ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ വണ്ടി ആകെ നന്നാക്കി ഫുള്ളായിട്ട് തന്നെ പണിത് നല്ല വൃത്തിക്ക് വൃത്തിക്ക് കൊണ്ടതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ തന്നെ കമൻറ്റ് ഗൈസ്, ഈ വണ്ടി നമുക്ക് കൊണ്ടുപോകേണ്ടതെന്ന്. എന്നിട്ട് ഇതിനും ക്ലിയറായിട്ട് തന്നെ പണിത് കൊണ്ടുവരണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം ഗൈസ്. നല്ല സ്മൂത്ത് ഉണ്ട്. ഇൻറ്റീരിയറൊക്കെ നോക്കട്ടെ. എൻ്റെ മോനെ യൂസിൻ്റെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കട്ടെ ഗൈസ്. ജസ്റ്റൊക്കെ ഒന്ന് ഓടിച്ച് റെഡി ആക്കണം.
ഗൈസ് അങ്ങനെ നമ്മൾ ബസ്സൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ ഓടിച്ച് പോയേക്കാം ഗൈസ്. നമ്മൾ ഇനി ഇവിടുന്ന് പട്ടണത്തുനിന്ന് പോവാണ് ഗൈസ്. അപ്പം പോകാൻ പോണ ബസ് നാളേക്കും അറിയുന്നത്. അപ്പോൾ ഒരു ക്ലൂ നിങ്ങൾക്ക് വേണം തരാം. ഇപ്പം നേരെ ഇറക്കിയൊരു വണ്ടിയാണ് കേട്ടോ ഗൈസ്. ഇറക്കിയിട്ട് അത്ര ദിവസമൊന്നും ആയില്ലെങ്കിലും വണ്ടി ഇപ്പം നല്ല രീതിക്ക് ഫേമസ് ആണ്. അതാണ് നിങ്ങൾക്ക് തന്ന ക്ലൂ. അപ്പം നിങ്ങൾ കണ്ടെത്തി ഗൈസ് വണ്ടി ഏതാണെന്ന്. നിങ്ങൾക്കുള്ള ക്ലൂ ആണ് കേട്ടോ ഗൈസ്. അത് നിങ്ങളാണ് ഇനി കണ്ടെത്തേണ്ടത്. വണ്ടി ഏത് വണ്ടിയാണുള്ള കാര്യം നിങ്ങൾ കണ്ടെത്തണം. വണ്ടി ലൈറ്റൊക്കെ നോക്കണം ഗൈസ്. അപ്പം വണ്ടിയുടെ എല്ലാത്തും നോക്കിയിട്ടും എൻ്റെ അലോയിൽ കാണാൻ ലുക്കുണ്ട് ഗൈസ്. ഹെഡ്ലൈറ്റ് പിന്നെ കേട്ടില്ല. ഹെഡ്ലൈറ്റ് മോനെ വണ്ടി സൂമ്പ വേറെ ലെവലാണ് ഗൈസ്. കേട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായില്ലേന്ന് കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. അശോക് ലൈലാൻഡിൻ്റെ ചേസ് കാണുന്നുണ്ട് ഗൈസ്. നമുക്കൊരു ചേസ് ഇറക്കി പണിയാണ് ഗൈസ്. നിങ്ങൾ കമൻറ്റ് ചെയ്യും. മോനെ അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ചിരിക്കുകയാണ്. അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ ആ ഒരു പറഞ്ഞ ബസ്സിലേക്കോട്ടോ പോകാൻ പോണേ. ഇപ്പം നേരം ഇറങ്ങിയിട്ടുള്ളൂ. പക്ഷേ നല്ല രീതിക്ക് ഫേമസ് ആയിരുന്നു കേട്ടോ ഗൈസ് ബസ്. അപ്പോൾ ആ മച്ചാനൊരു ബ്ലോഗും ഉണ്ട്, ഒരു ഗെയിമിങ് ചാനലും ഉണ്ട് കേട്ടോ. അപ്പം ഈ 2 ക്ലൂ മതി നിങ്ങൾക്ക് മനസ്സിലാവാൻ ഗൈസ്. അപ്പോൾ എത്ര ബസ് ഭ്രാന്തന്മാരായാലും പെട്ടെന്ന് മനസ്സിലാക്കും. അപ്പോൾ ഈ വീഡിയോ നമ്മൾ പ്രസൻറ്റ് ചെയ്യാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ.